നവകേരള സദസ്സിന്റെ പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. മഴയിൽ നെൽകൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പെരിന്തൽമണ്ണ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് നശിച്ചത്. വെള്ളത്തിൽ ചാഞ്ഞ നെല്ല് സപ്ലൈകോ സംഭരിക്കില്ലെന്ന് NCP നേതാവ് ഹംസ പാലൂർ പരാതിപ്പെട്ടു. ഇൻഷുറൻസ് തുകയും വൈകി ലഭിക്കുന്ന സ്ഥിതിയാണ്. ഏതു നിലയ്ക്കും കർഷകർക്ക് നഷ്ടമാണെന്നും കർഷകരെ സഹായിക്കാൻ നടപടി ഉണ്ടാക്കണമെന്നും ഹംസ പാലൂർ പറഞ്ഞു. കർഷകൻ ആത്മഹത്യ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഇവർക്ക് ആർക്കും ഒരു ഡിപ്പാർട്ട്മെന്റിന് കുഴപ്പമില്ല. ഇവിടെ തൊഴിലാളികൾ സംഘടിക്കണം, അധ്യാപകർ സംഘടിക്കണം, ജീവനക്കാർ സംഘടിക്കണം, കർഷകനെ യാതൊരു രക്ഷയില്ല. അതൊന്ന് ഇത്ര പറയാനൊരു പാടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇനി ചൂടാവും. പുലാമന്തോൾ കൊളത്തൂർ റോഡിൽ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കു വേണ്ടി പൈപ്പ് സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട സമയം കഴിഞ്ഞ മാസം അവസാനിച്ചതാണ്. റോഡ് തകർന്നു കിടക്കുന്നത് കാരണം അപകടങ്ങൾ നിത്യസംഭവമാണെന്നും വീണ്ടും സമയം ചോദിച്ച് ഈ പ്രവൃത്തി നീട്ടിക്കൊണ്ടുപോവുകയാണെന്നും ഹംസ പാലൂർ പരാതിപ്പെട്ടു. പുലാമന്തോൾ കൊളത്തൂർ റോഡിൽ പല പ്രാവശ്യം നമ്മളോട് പറഞ്ഞതാണ്. അവര് പറഞ്ഞത് ലീഗൽ, അതായത് നമ്മളെ അനുസരിച്ച് നമ്മൾ പറയുന്ന തീരുമാനത്തോട് അവർ യോജിക്കില്ല എന്ന് മാത്രമല്ല, കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 21 ഈ പണി ടാറിങ് പണി പൂർത്തിയാക്കാന്ന് പറഞ്ഞതാണ്. ഇതുവരെ ആ പണി പൂർത്തിയാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് കൃത്യമായിട്ടൊരു മറുപടി പോലും കൊടുത്തില്ല കോടതിക്ക്. എന്നിട്ടല്ല താലൂക്ക് സഭ. ഇപ്പം ആ റോഡിൽ നിത്യേന അപകടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എയർപോർട്ടിൽ നിന്ന് വഴിക്ക് എൻ്റെ മുമ്പിലാണ് ഒരു പയ്യൻ മോട്ടോർ സൈക്കിൾ അടിച്ച് കുഴിയിൽ വീണത്. അവനെ ഞാനാണ് നമ്മുടെ പുലാമന്തോട് ചമ്മരശ്ശേരി ഹോസ്പിറ്റലിൽ ഞാൻ വന്ന വണ്ടിയിലാണ് കൊണ്ടുപോയി കയറ്റി വെച്ചത്. ഇങ്ങനെ നിത്യേന അപകടങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ആരും ചോദിക്കാനില്ല. നവകേരള സദസ്സ് നടത്തിയതിന്റെ പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ വ്യക്തമാക്കണമെന്ന് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ ആവശ്യപ്പെട്ടു. നവകേരള സദസ്സ് സംഘാടക സമിതി കൺവീനറായ തഹസിൽദാറാണ് കണക്ക് അവതരിപ്പിക്കേണ്ടതെന്നും CM മുസ്തഫ പറഞ്ഞു. അപ്പൊ അതിന്റെ വരവ് ചെലവ് കണക്കൊന്ന് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം മങ്കട പഞ്ചായത്തും നിയോജക മണ്ഡലവും പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം താലൂക്കിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ മേഡം അതിൻ്റെ ഒരു കൺവീനർ നിൽക്കാവുമ്പോൾ ഇത്ര രൂപ കിട്ടി, ഇത്ര രൂപ ചെലവായി, ഇന്ന ഭാഗത്ത് സ്പോൺസർഷിപ്പ് വന്നു, പിന്നെ പഞ്ചായത്തുകൾ ഇത്ര രൂപ കിട്ടിയതൊക്കെ അറിയാൻ കൂടി അധികാരം ഒരു പവർ ഉണ്ടായിരുന്നു. അത് അടുത്ത റൂളിലും അത് കണക്കൊന്ന് വെക്കണം എന്നുള്ളതും കൂടെ പറയാനുള്ളത്. അപ്പോൾ നവകേരള സദസ്സ് കൊണ്ട് പിന്നെ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഇതേപോലെ പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ള പറയുക. കാരണം മുഖ്യമന്ത്രി ഇവിടം കൊണ്ട് പിന്നെ ഒരു ഹെൽപ്പും ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിലാണ് മുഖ്യമന്ത്രി പരാതി വെക്കുന്നത്. ആ മുഖ്യമന്ത്രി പരാതി ഇങ്ങോട്ട് തന്നെ അയച്ചുകാണ്ട് ഇവിടുന്ന് അനുകൂലമായ തീരുമാനം എടുക്കുന്നതാണ്. പിന്നെ ഇപ്പൊ ഞാൻ തോന്നുന്നു മുഖ്യമന്ത്രിക്കായി മുകളിൽ പ്രസിഡന്റ് തോന്നുന്ന വിധത്തിലാണ് ഇപ്പോൾ കാഴ്ചപ്പാട്. കണക്ക് അടുത്ത യോഗത്തിൽ അവതരിപ്പിക്കാമെന്ന് തഹസിൽദാർ അറിയിച്ചു. അപകട അത്യാഹിത സമയങ്ങളിൽ ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന മലപ്പുറം ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിലെ പ്രവർത്തകരെ താലൂക്ക് സഭ അനുമോദിച്ചു. ട്രോമാ കെയർ വളണ്ടിയർമാർക്ക് പ്രശസ്തി ഫലകം കൈമാറി. ISROയിൽ സേവനമനുഷ്ഠിക്കുന്ന മേലാറ്റൂർ സ്വദേശി V ഷാഹുൽ ഹമീദിനെയും യോഗത്തിൽ ആദരിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം, തഹസിൽദാർ PM മായ തുടങ്ങിയവരും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.